എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ത്യയിലെ ക്രിപ്റ്റോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഉള്ള 2 വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായിലുള്ള അല്ലെങ്കിൽ ഗൾഫിലുള്ള NRIകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇന്ത്യയിലുള്ള ക്രിപ്റ്റോ ടാക്സ് അതിൻ്റെ ഇംപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളോട് മെയിനായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 4-5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ UAEയിലാണ്, നമ്മളൊരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ്, നമ്മൾ ദുബായിൽ നിന്ന് നമ്മൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിലൂടെ ഒരു ലാഭം ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അതിന് UAE ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. കാരണം UAE ഒരു ടാക്സ് ഫ്രീ കൺട്രിയാണ്. അവിടെ ഒരു ഇൻകം ടാക്സോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സോ ഒന്നുമില്ല. അതിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള NRIസിനാണ് എന്നുണ്ടെങ്കിലും മറ്റുള്ള രാജ്യത്തു നിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും UAEയിൽ തന്നെ ഉള്ള ആളുകൾക്കാണ് എന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരിക്കലും അവിടെ ഇൻകം ടാക്സ് ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല. അതിപ്പോൾ ക്രിപ്റ്റോയിലാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർട്ടീസിലാണെന്നുണ്ടെങ്കിലും ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലും അതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് ദുബായിൽ UAEയിൽ ഇൻകം ടാക്സ് ഇല്ല. അതിപ്പോൾ ഒട്ടുമിക്ക മറ്റുള്ള GCC കൺട്രികളിലും ഒക്കെ അങ്ങനെ തന്നെയാണ്, ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം ടാക്സ് ഉള്ള രാജ്യത്ത് അവിടുത്തെ നിയമങ്ങളുണ്ടാവും. അപ്പോൾ UAEനെ സംബന്ധിച്ചിടത്തോളം, ദുബായിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിലൂടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അതിന് ഒരു ഇൻകം ടാക്സ് ദുബായ് ഗവൺമെൻറ്റിന് UAE ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളൊരു NRI ആണ്, നമ്മൾ UAEയിലാണ് ജീവിക്കുന്നത്, നമ്മളവിടെ ജോലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളവിടെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മളൊരു NRI ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ അതിലൂടെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. നമ്മളൊരു NRI ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന്, നമ്മൾ മറ്റുള്ള രാജ്യത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് ഒരിക്കലും ഒരു NRI എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു NRI ആണ്, നമ്മളിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു 100,000 ദിർഹംസ് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ആ ബിറ്റ്കോയിൻ്റെ ഇന്നത്തെ മൂല്യം 2 ലക്ഷം ദിർഹംസായി. അപ്പോൾ അടുത്ത മാസം നിങ്ങൾ ഇന്ത്യയിലോട്ട് ലീവിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2 ലക്ഷം ദിർഹംസ് ദുബായിൽ UAEയിൽ അത് സെല്ല് ചെയ്ത് ദിർഹംസ് ആക്കുന്നതിന് പകരം നിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിൽ സെല്ല് ചെയ്താൽ അതിന് ടാക്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം അതിന് ടാക്സ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ UAEയിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ട് UAEയിൽ തന്നെ സെല്ല് ചെയ്ത് ആ ക്യാഷ് നമ്മൾ ഇന്ത്യയിലെ NRI അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ക്രിപ്റ്റോ നിങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാണ് സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നോർമലി ഇന്ത്യയിലുള്ള ടാക്സ് ഉണ്ട്. 30% ടാക്സും 4% സെസ് കാര്യങ്ങൾ ഒക്കെ അപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ TDS കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു NRI ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇന്ത്യയിൽ വന്നിട്ട് സെല്ല് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ വേറെ ഒരു കാര്യങ്ങളും പല ആളുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമുക്ക് UAEയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബിറ്റ്കോയിൻ വാങ്ങാൻ ഇൻ്റർനാഷണലി ഉള്ള പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ഇപ്പോൾ $85,000 ആണ് ഒരു ബിറ്റ്കോയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൈസ് കൊടുത്താൽ മതി നമുക്ക് ബിറ്റ്കോയിൻ വാങ്ങാൻ. പക്ഷേ ഇന്ത്യയിൽ ഒരു 6-7% ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ പല ആളുകളും ഈ ഒരു ആർബിട്രാജ് ബെനിഫിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് UAEയിൽ നിന്നും ബിറ്റ്കോയിൻ വാങ്ങിയിട്ട് അല്ലെങ്കിൽ UAEയിൽ നിന്നും USDT വാങ്ങിയിട്ട് ഈ പൈസയ്ക്കുള്ള ബിറ്റ്കോയിൻ അല്ലെങ്കിൽ USDT ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ച് വഴി P2P ആയിട്ട് ഇന്ത്യയിലുള്ള ആളുകൾക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ആർബിട്രേജ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പല ആളുകളും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല ആളുകളും ഇപ്പോൾ സാലറി ഒക്കെ വരുന്ന സമയത്ത് ഓരോ മാസവും നാട്ടിലോട്ട് പൈസ അയക്കാറുണ്ട്. അപ്പോൾ നോർമലി ബാങ്ക് വഴി അയക്കുമ്പോൾ ഉള്ള എക്സ്ചേഞ്ച് റേറ്റിനേക്കാളും കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് ലാഭം നമുക്ക് അവിടെ നിന്ന് അത് USDT ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ബിറ്റ്കോയിൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നാട്ടിലോട്ട് അയക്കുമ്പോൾ കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ പല ആളുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ച് ഭാവിയിൽ അല്ലെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ അവർ ഇൻകം ടാക്സ് അതോറിറ്റി ആയിട്ട് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ, അപ്പോൾ ഇത് ഇൻകം ടാക്സിൻ്റെ ഒരു പരിധിയിൽ മാത്രമല്ല വരിക, അവിടെ
ഇപ്പോൾ ഫെറ പോലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻ കാര്യങ്ങളിൽ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് വയലേഷനും പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ യിൽ നിന്ന് ബിറ്റ്കോയിൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് യിൽ തന്നെ സെല്ല് ചെയ്യുക. ആ പൈസ നിങ്ങൾ നിങ്ങളുടെ NRE അക്കൗണ്ടിലോ NRO അക്കൗണ്ടിലോ ഡെപ്പോസിറ്റ് ചെയ്യുക. അതിന് പകരം നിങ്ങൾ അഡീഷണലി ഒരു 6-7% കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ദുബായിൽ നിന്ന് വാങ്ങിയ ക്രിപ്റ്റോ കറൻസികൾ, ദുബായിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബിറ്റ്കോയിൻ കാര്യങ്ങൾ ഇന്ത്യയിൽ ഒരിക്കലും സെല്ല് ചെയ്യാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷം മുന്നേ ബിറ്റ്കോയിനിൽ ഒരു 50 ലക്ഷം രൂപ നിക്ഷേപിച്ചു. ഇന്ന് അതിൻ്റെ മൂല്യം 1 കോടി രൂപയായി. അപ്പോൾ ഈ ഒരു 1 കോടി രൂപയുടെ ബിറ്റ്കോയിൻ ഞാനിവിടെ ഇന്ത്യയിൽ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ടാക്സ് അടയ്ക്കണം അല്ലേ. അപ്പോൾ ആ ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദുബായിലോട്ട് മൂവ് ആവുകയാണ്. അപ്പോൾ എനിക്കൊരു അവിടെ ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് കിട്ടും. ഇപ്പോൾ എമിറേറ്റ്സ് ഐഡിയും വിസ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു NRO അക്കൗണ്ട് നമുക്ക് HDFC ബാങ്കിലോ ICICI ബാങ്കിലോ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ യിൽ പോയിട്ട്, ദുബായിൽ പോയിട്ട് ഈ ഒരു 1 കോടി രൂപയുടെ ബിറ്റ്കോയിൻ വിറ്റിട്ട് നമ്മൾ ആ പൈസ നമ്മൾ എൻ്റെ NRE അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഇത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. പല ആളുകളും ചോദിക്കുന്നത്, അപ്പോൾ നാളെ ഇപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് റിച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്നും പല ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണ്, ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ക്രിപ്റ്റോ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് A to Z ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇത്തരത്തിൽ 2 കോഴ്സായിട്ട്, ബിറ്റ്കോയിന് മാത്രം ഒരു സെപ്പറേറ്റ് കോഴ്സ്, ക്രിപ്റ്റോ മാത്രമായിട്ടൊരു സെപ്പറേറ്റ് കോഴ്സ്, ഏകദേശം ഒരു 10-15ഓളം മണിക്കൂറുള്ള വീഡിയോ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വലിയൊരു എമൗണ്ടായി മാറിയതിന് ശേഷം നമ്മൾ യിലോട്ടും ദുബായിലോട്ടൊക്കെ മാറി ആ പൈസയ്ക്കുള്ള ബിറ്റ്കോയിൻ കാര്യങ്ങളെല്ലാം സെല്ല് ചെയ്തിട്ട് വലിയൊരു എമൗണ്ട് നമ്മുടെ NRE അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ പെട്ടെന്ന് ദുബായിലോട്ട് ഒരു ജോലി കിട്ടിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ ദുബായിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വല്ല ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്തു, അവിടെ ഒരു NRE അക്കൗണ്ട് കിട്ടി, NRO അക്കൗണ്ട് കിട്ടി, ഇപ്പോൾ യിലെ വിസ കാര്യങ്ങൾ, എമിറേറ്റ്സ് ID ഒക്കെ കിട്ടി, അതേപോലെ തന്നെ യിലെ ബാങ്ക് അക്കൗണ്ട് കിട്ടി എന്നതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ റെസിഡൻസി സ്റ്റാറ്റസ് അവിടെ മാറുന്നില്ല. നമ്മളൊരു NRA ആവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെസിഡൻസി സ്റ്റാറ്റസ് ഒരു NRA ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് 182 ദിവസത്തിൽ കൂടുതൽ ദിവസം നിന്നാൽ മാത്രമാണ് നമ്മുടെ റെസിഡൻസി സ്റ്റാറ്റസ് അവിടെ മാറുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിഡൻസി സ്റ്റാറ്റസ് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ധൃതി കാണിച്ചിട്ട് ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ സെല്ല് ചെയ്തിട്ട് അത് നമ്മുടെ NRE അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റി നമ്മളോട് ഒരുപാട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം വലിയൊരു എമൗണ്ട് ആവുന്നോ അത്രത്തോളം വളരെ ഈസി ആയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റിൻ്റെ റഡാറിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു 5,000 ദിറംസോ 10,000 ദിറംസിനോ ഉള്ള സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്കവിടെ ജോലി കിട്ടിയത്, പക്ഷേ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തിട്ട് നമ്മുടെ NRE അക്കൗണ്ടിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ക്വസ്റ്റ്യനബിൾ ആണ് അല്ലേ. നമുക്ക് ഓൾറെഡി നമ്മുടെ സാലറി കാര്യങ്ങൾ അത്രയേ ഉള്ളൂ, പക്ഷേ എവിടെ നിന്നാണ് ഇത്ര വലിയ രീതിയിലുള്ളൊരു എമൗണ്ട് വന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഇവേഷനും കാര്യങ്ങളുടെ ഒക്കെ അണ്ടറിൽ വരും. അത് മാത്രമല്ല, നമ്മൾ മേ ബി ടാക്സ് മാത്രം അടച്ചാൽ മതിയാവില്ല, ചിലപ്പോൾ നമ്മൾ അതിന് ഇത്തരത്തിലുള്ള ടാക്സ് ഇവേഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നതിന് പല ഫൈനും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ടാക്സ് റെസിഡൻസി സ്റ്റാറ്റസ് മാറുന്നതിന് മുന്നേ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സെല്ല് ചെയ്തിട്ട് നമ്മുടെ NRE അക്കൗണ്ടിലോട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി അതല്ല, നമ്മൾ ടാക്സ് റെസിഡൻസി കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ സാവധാനം നമ്മളിതൊക്കെ സെല്ല് ചെയ്തിട്ട് നമ്മുടെ NRE അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും അപ്പോൾ അത് റീസെൻ്റായിട്ട് നമ്മൾ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ യിൽ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചിട്ടുണ്ട് ദുബായിൽ. അപ്പോൾ ഒരുപാട് അത്തരത്തിൽ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചിട്ടുള്ള ആളുകളെല്ലാം പെട്ടെന്ന് ദുബായിൽ പോയിട്ട് ഒരു എംപ്ലോയ്മെൻറ്റെയോ മറ്റേതെങ്കിലും വിസ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട്
അവിടെ പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഷോർട്ട് പീരീഡിൽ വാങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് റീസെൻ്റ്ലി ഇൻകം ടാക്സ് അതോറിറ്റി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏകദേശം 100ഓളം ആളുകൾക്ക് അത്തരത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സോ UAEയുടെ നിയമപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 90 ദിവസത്തിൽ കൂടുതൽ UAEയിൽ നിന്നാലാണ് അവിടെ ഒരു ടാക്സ് റെസിഡൻ്റ് ആവുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഷോർട്ട് പീരീഡിൽ ഒരു പെട്ടെന്ന് തന്നെ UAEയിലോട്ട് പോയിട്ട് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ട് പോലും അവിടെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ഷോർട്ട് പീരീഡിൽ ഇത്തരത്തിൽ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഇൻഫർമേഷൻസ് UAE ഗവൺമെൻറ് ഇന്ത്യൻ ടാക്സ് അതോറിറ്റിക്കെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുകയും അത്തരത്തിലുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് അതോറിറ്റി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇൻകം കാര്യങ്ങൾ, സോഴ്സ് ഓഫ് ഇൻകം കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഇപ്പോൾ ഭാവിയിൽ ബിറ്റ്കോയിൻ കാര്യങ്ങളുടെയൊക്കെ വില കൂടുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ UAEയിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം വിറ്റ് ക്യാഷാക്കി ഇന്ത്യയിലോട്ട് NRI അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതൊക്കെ വളരെ ഈസിയാണ്. ഗവൺമെൻറ് ഇതൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓൾറെഡി ഗവൺമെൻറ് ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എത്രത്തോളം വലിയൊരു എമൗണ്ട് ആവുന്നോ അത്രത്തോളം വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ഇൻകം ടാക്സിൻ്റെ റഡാറിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതേപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിപ്പോൾ 1 കോടി രൂപയായി. ഇതേപോലെ നമ്മൾ അടുത്ത മാസം നമ്മൾ ദുബായിലോട്ട് മൂവ് ചെയ്യുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട്. നമ്മൾ ആ ബിറ്റ്കോയിൻ അവിടെ സെല്ല് ചെയ്തു, ആ ക്യാഷ് നമ്മൾ UAEയിൽ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ അവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇന്ത്യയിലോട്ട് ടാക്സ് അടയ്ക്കണോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. കാരണം നമ്മളത് ഇന്ത്യയിലോട്ടോ ഒന്നും സെല്ല് ചെയ്യാത്ത സ്ഥിതിക്ക് തന്നെ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ സെല്ല് ചെയ്താലും നമ്മൾ ആ ക്യാഷ് നമ്മൾ UAEയിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ നാട്ടിലെ NRI അക്കൗണ്ടിലോട്ടൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് തന്നെ നമ്മൾ ഒരു ടാക്സ് അടയ്ക്കാൻ നമ്മൾ അവിടെ ബാധ്യസ്ഥനാവുന്നില്ല എന്നുള്ളതാണ്. അതും മേ ബി ഭാവിയിൽ ഇൻകം ടാക്സ് അതോറിറ്റി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ബിറ്റ്കോയിൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എക്സ്ചേഞ്ച് കാര്യങ്ങൾ ഈ ഇൻകം ടാക്സ് അതോറിറ്റി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ഒരു ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ടാക്സ് ഇതുവരെ അടച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിൽ അതായത് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ വിറ്റിട്ട് ഇന്ത്യയിലുള്ള അക്കൗണ്ടിലോട്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഭാവിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബിറ്റ്കോയിനിൽ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വലിയൊരു എമൗണ്ട് ആയി എന്നുണ്ടെങ്കിൽ UAEയിലോട്ടോ ദുബായിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ടാക്സ് ഫ്രീ കൺട്രികളിലോട്ടോ ഈ ഒരു ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി മാത്രം പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ ഭാവിയിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സ്റ്റെപ്സ്, അതിന് ഏർലി സ്റ്റേജിൽ തന്നെ ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക. മാക്സിമം കംപ്ലീറ്റ്ലി ഒരു അനോണിമസ് ആയിട്ട് ഹാർഡ്വെയർ വാലറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് ബിറ്റ്കോയിൻ വാങ്ങാൻ ശ്രമിക്കുക. അതാകുമ്പോൾ ഭാവിയിൽ ദുബായിലോട്ട് പോയാലും മറ്റുള്ള രാജ്യത്തോട്ടൊക്കെ പോയാലും അത് സെല്ല് ചെയ്താലും അത് ഗവൺമെൻറ്റുമായിട്ടോ ഇൻകം ടാക്സ് അതോറിറ്റി ആയിട്ടോ ഒന്നും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇതിനായിട്ട് ഈ ഒരു ടാക്സ് ഇവേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ UAEയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ ജെന്യൂനായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ നമ്മൾ ഭാവിയിൽ UAEയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്, നമ്മൾ ആ UAEയിൽ തന്നെയാണ് നമ്മൾ കുറേ കാലം നമ്മൾ സ്റ്റേ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഈസി ആവും. ഇത്തരത്തിലുള്ള ഇൻകം ടാക്സ് കാര്യങ്ങളിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.